ഞാൻ വിളിച്ചില്ല, എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചില്ല. ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് കയറി ശല്യം പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പണ്ടോട്ട് കാണുന്നതാണെങ്കിൽ ഇവര് 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ടുപോയതാ. പിന്നെ ഈ 5 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും കിച്ചു രേണുവിന്റെ മുഖംമൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കീറിയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ ഓർക്കും, എങ്ങനെയാടാ അത്, കിച്ചു രേണുവിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ മുഖംമൂടി വലിച്ചു കീറുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നലെ ഈ പറയുന്ന കിച്ചു ഒരു വീഡിയോ ഇട്ടിരുന്നു. ഋതപ്പനമേയും കൊണ്ട് ലുലു മാളിൽ കൊണ്ടുപോയി ഋതപ്പന് ഗെയിമുകളൊക്കെ, എന്താ പറയുക, ലുലു മാളിലെ ഗെയിമുകളൊക്കെ ഋതപ്പനെ കൊണ്ട് കളിപ്പിച്ചു. അങ്ങനെ ഋതപ്പൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഋതപ്പൻ തിരിച്ച് വീട്ടിലേക്ക് പോയത്. പക്ഷെങ്കിൽ വന്ന് ഋതപ്പനെ പിക്ക് ചെയ്യുന്ന സമയത്ത് ഋതപ്പന്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ലായിരുന്നു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന കിച്ചുവിന്റെ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാകാം. ഇന്നലെ തന്നെ ഇട്ടതാണ്, നല്ല രീതിയിൽ തന്നെ നല്ല റീച്ചിൽ പോകുന്നുണ്ട്. എന്നാൽ കാര്യം ഇതൊന്നുമല്ല. നമുക്ക് കിച്ചുവിന്റെ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങട്ടെ. അവിടെ ചെന്ന് അവരുടെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും അറിയത്തില്ല. നോക്കാം നമുക്ക്. കിച്ചു ഇവിടെ പറയുന്നുണ്ട് അവരുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം നമുക്ക് എന്ന് പറയുന്നുണ്ട്. കൂട്ടുകാരൊക്കെ പറയുന്നു നമുക്ക് പൊളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഇവിടുന്ന് യാത്രയാകുകയാണ്. നേരെ സുതിലയത്തിലേക്കാണ് പോകുന്നത്. കിച്ചുവിന്റെ സ്വന്തം വീട്ടിലേക്ക്, ഋതപ്പന്റെ സ്വന്തം വീട്ടിലേക്ക്. അവിടെ ഇവരെ കാത്ത് നിൽപ്പുണ്ട് തങ്കച്ചനും അതോടൊപ്പം തന്നെ രേണുസുതിയുടെ ചേട്ടത്തിയും പിള്ളാരും തങ്കച്ചന്റെ ഭാര്യയും. ഓക്കെ, ഇവർ അങ്ങോട്ട് പോവുകയാണ് ഋതപ്പനെ കാണാനായി. ഋതപ്പന് വേണ്ട ഗിഫ്റ്റുകളൊക്കെ കൊടുക്കണം, ഋതപ്പന് എന്താ പറയുക, നല്ല ട്രീറ്റ് കൊടുക്കണം, ഒരു സഹോദര സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് ഈ പോകുന്നത് ഈ രേണുവിനെ കുറിച്ചുള്ള, അല്ല എങ്കിൽ ഈ പറയുന്ന കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറിയുടെ 20% പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ. 20% പറഞ്ഞതിന് ശേഷം. അതുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് ഇവർ തമ്മിൽ പറഞ്ഞത്. ഓക്കെ, ഇവർ പോകട്ടെ. എത്തിയിട്ടുണ്ട്. അവനുണ്ടോ ഇല്ല നമുക്ക് അറിയത്തില്ല. നോക്കാം. സർപ്രൈസ് കാണുമെന്ന് അറിയത്തില്ല. നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല, വിളിക്കാതൊക്കെയാ വരുന്നത്. സർപ്രൈസ് സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല, വന്നിട്ടുണ്ട്. നിങ്ങൾ ആ സ്ഥലമൊക്കെ കണ്ടോ? ഇത് ബിഷപ്പിന്റെ പറമ്പിൽ കൂടാണ് ഈ വണ്ടി പോകുന്നത് കേട്ടോ. എങ്ങനെയുള്ള പറമ്പാ കൊടുത്തിരിക്കുന്നത്? കാട്ടുപ്രദേശം എന്നൊക്കെ പറഞ്ഞ ആളാണ് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുത്തി വന്നിട്ടില്ലായിരുന്നു ഒരു ബിഗ് ബോസിലുള്ള അവരൊക്കെ പറഞ്ഞ സ്ഥലമാണ് ഈ കിച്ചു ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലം. അത് കണ്ണായ പ്രദേശമാണ് കൊടുത്തത്. എല്ലാരും ചെരിപ്പുണ്ടോ അവിടെ? എല്ലാരും ഉണ്ട്. ഓക്കെ, ഇവിടെ കിച്ചു പറയുന്നുണ്ട് ആ വിഷയം കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ ഇവിടെ കിച്ചു പറയുന്നുമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം കിച്ചു വീടിന്റെ അവിടെ എത്തുന്നു, കുറെ ചെരുപ്പുകൾ കിടപ്പുണ്ടെന്നൊക്കെ പറയുന്നുമുണ്ട്. എന്നാൽ ഇവിടെ രേണുസുതി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. അതായത് ഈ കിച്ചുവിനെ എത്ര വട്ടം വിളിച്ചെന്നാ പറഞ്ഞേ? 100 വട്ടം ഈ പറയുന്ന ഈ രേണുവിന്റെ വീട്ടുകാർ അങ്ങോട്ട് വിളിച്ചു എന്ന് ഈ ആര് പറഞ്ഞിട്ടുണ്ട്? ഈ രേണുസുതി പറഞ്ഞിട്ടുണ്ട്. രേഷ്മാപ്പി തങ്കച്ചൻ, രേണുസുതി അല്ല, രേഷ്മാപ്പി തങ്കച്ചൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടു. വിളിച്ചിട്ടില്ല. ഞാൻ അവന്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാറുണ്ട്, കമന്റ് ഇടാറില്ല. ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ലൈക്ക് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടില്ല. എന്റെ വീട്ടുകാർ ഒരു 100 വിളി വിളിച്ച് അവൻ എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ വിളിച്ചാലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ അവരുടെ വീട്ടുകാര് 100 വട്ടം വിളിച്ചു, കിച്ചു ഫോൺ എടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ വിളിക്കുന്നത് എന്തിനാ എന്ന രീതിയിലാണ് ഇവിടെ ഈ രേണു പറയുന്നത്. എന്നാൽ ഇവിടെ ഈ പറയുന്ന കിച്ചു വിളിച്ചിട്ടില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഇവിടുന്ന് തങ്കച്ചൻ വിളിച്ചിട്ടുണ്ടെന്ന് ഈ പറയുന്ന കിച്ചുവിന് പറയാമല്ലോ. അപ്പൊ അത് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ രേണു പറഞ്ഞ ഈ 100 വിളിയുടെ കാര്യം അവിടെ തെറ്റാണ്. ഇനി അടുത്തത് എല്ലാരും ഉണ്ട്. ഓക്കെ, എന്തുണ്ട് ടെൻഷനാണ്? നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കാൻ പറ്റില്ല. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഹലോ. ഓക്കെ, ഇവിടെ ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ടെൻഷൻ വേണ്ട, ടെൻഷൻ അടിക്കാതെ ഇവർ ആ വീട്ടിലേക്ക് പോവുകയാണ്. അതായത് കിച്ചുവിന്റെ സ്വന്തം വീട്ടിലേക്ക്.
കിച്ചുവിന്റെ വീടാണത്. അവിടെ മുണ്ടും പൊക്കി മുഖം തുടച്ചുകൊണ്ട് നിൽക്കുന്ന തങ്കച്ചനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ തൊട്ടാണ് കളിയുടെ ആ ട്വിസ്റ്റ് പോകുന്നത്. ഇനിയും ഋതപ്പന്റെ മുഖത്ത് വരുന്ന ആ മാറ്റം, ഋതപ്പൻ നേരത്തെയൊക്കെ കിച്ചുവിനെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. എന്നാൽ ഇവന്റെ ഈ ലൈഫ് സ്റ്റോറി പറഞ്ഞതോടുകൂടി തന്നെ ഈ ഋതപ്പനെ പേടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തങ്കച്ചൻ നല്ല രീതിയിൽ തന്നെ പേടിപ്പിച്ചിട്ടുണ്ട്, രേഷ്മ നല്ല രീതിയിൽ തന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രേഷ്മയുടെ സഹോദരി നല്ല രീതിയിൽ പേടിപ്പിച്ചിട്ടുണ്ട്, അവനോട് മിണ്ടരുത് എന്ന രീതിയിൽ എന്ന് തോന്നുന്നു. ആ ഒരു ലക്ഷണമാണ് ഇനി അങ്ങോട്ട് നമ്മൾ കാണുന്നത്. ഹലോ കിച്ചുവിന്റെ ഈ ഋതപ്പന്റെ മുഖത്ത് ഒരു സന്തോഷമില്ല കേട്ടോ, ഒരു സന്തോഷവും ഇല്ല. പള്ളിയിൽ പോയോ? എന്ത് എവിടെ പോന്നു? എടാ എവിടെ പോവാ? എവിടെ പോന്നു? എവിടെ പോന്നു? എവിടെ പോന്നു? എവിടെ എവിടെ എന്നാണോ? നീയാണോ വണ്ടി ഓടിക്കുന്നത്? ഓക്കെ, ഇവിടെ ഋതപ്പം പറയുന്നു അമ്മയെ കൂട്ടാനായിട്ട് പോകുന്നു, എറണാകുളത്ത് പോകുന്നു എന്ന് ഒരുങ്ങി നിൽക്കുകയാണ്. ചെറുക്കന്റെ മുഖത്താണ് ഒരു സന്തോഷവും ഇല്ല, എന്തോ പേടിച്ച് നിൽക്കുന്ന പോലാണ് ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങൾ കിച്ചുവിന്റെ വീഡിയോ കണ്ടു നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ ഈ വീഡിയോ എടുത്തത് എന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണു റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിൽ ചെമ്പരത്തി ബാറിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന ആ ദിവസം, അതായത് ഇവർ എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ആ ദിവസം, അതായത് ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞു, ഈ പറയുന്ന കിച്ചു വിളിച്ചിട്ടില്ലെന്ന് പറയുന്നു. കിച്ചുവിനെതിരായിട്ടുള്ള രേഖകൾ സജീനയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ വീഡിയോ ഇടിയിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് കിച്ചു ആ വീട്ടിൽ പോയത്. എന്നാൽ എയർപോർട്ടിൽ വന്നിരുന്ന രേണു പിന്നെ എന്തൊക്കെയാണ് കിച്ചുവിനെ കുറിച്ച് പറഞ്ഞത് അതും നമുക്ക് തെളിയിക്കാം. നമുക്ക് ഇതെല്ലാം ചർച്ച ചെയ്യണമല്ലോ. രേണു എന്ത് മഹാകളിയാണെന്നറിയാം. കള്ളങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ പറഞ്ഞ് ചീട്ടുകൊട്ടാരം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കിച്ചുവിനെ താഴ്ത്തിക്കെട്ടണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് അന്നേരം പറഞ്ഞത് കിച്ചു വിളിച്ചിട്ടില്ല, കിച്ചുവിനെ ഞാൻ വിളിച്ചിട്ടില്ല, കിച്ചു എന്നെ 23-ാം തീയതി കണ്ട് റാസൽ ഖൈമയെ ചെല്ലുന്ന സമയത്തെങ്ങാണ്ട് വിളിച്ചതാണ്, അത് കഴിഞ്ഞ് വിഷയം ഉണ്ടായതിനു ശേഷം വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ വിഷയം ഉണ്ടായതിനു ശേഷം ഈ കിച്ചു ഈ രേണുവിനെ വിളിച്ചിട്ടുണ്ട്. ഇവർ എറണാകുളത്ത് അമ്മേനെ വിളിക്കാൻ പോവാനായിട്ട് നിൽക്കുമായിരുന്നു നമ്മൾ വന്നപ്പം. ആകെ ഒരു പ്ലാൻ സർപ്രൈസ് ആയിട്ട് വന്നോണ്ട് പ്ലാൻ ഒന്നും നടന്നില്ല അല്ലേ? എന്തൊക്കെയോ ഒരു ഇത് വണ്ടി എടുക്കാതെ വിളിച്ചറിയോ? അമ്മ വിളിച്ചറിയോ? ചേട്ടൻ്റെ കൂടെ പോവാന്നറിയാ? ഉറപ്പാണേ? വിളിക്കട്ടെ? അമ്മ വിളിക്കട്ടെ? വിളിക്കടാ, വിളിച്ചറിയട്ടെ? വരുന്നില്ല, ചേട്ടൻ്റെ കൂടെ പോയി. എന്താ പറയാ? അമ്മ വിളിക്കുമ്പോ എന്താ പറയും? വരാതെന്ന് വെച്ചാ എന്താ പറയും? ഇയാളെന്ത് ഭയങ്കര ഇത് മസിൽ ഷോ ആണാടേ പറയടേ. അമ്മ വെച്ച എന്താ പറയും? എന്തൊരു ഷോടേ? എന്ത് വരാത്ത എന്തോ പറയും? അമ്മയുടെ എന്തോ പറയും? എന്താ വരാത്തെന്ന് വെച്ചാ എന്താ പറയും? കാരണം എന്താ പറയും? ആരുടെ കൂടെ? വീട്ടിലേല നമ്മുടെ പ്ലാനിൽ ഒരു ചേഞ്ച് ഉണ്ട്. ഞാൻ അമ്മയുടെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞു, പിന്നെ വന്നേയില്ല, എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വന്നതാ. അതാ ഇത്രയും വന്നേല്ലേ? അമ്മയുടെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. സെറ്റല്ലേ? എയർപോർട്ടിൽ പോകാൻ നിന്നല്ലേ? എയർപോർട്ടിൽ വന്ന് ഇപ്പൊ ഇങ്ങനെ ഇഷ്ടമാണോ എയർപോർട്ടിൽ ആൾക്കാരെയൊക്കെ കാണുമ്പോ? എന്തുവാ നിനക്ക് തോന്നുന്നത് അവിടുത്തെ ആൾക്കാരൊക്കെ? കേട്ടല്ലോ, ഇവനെ കൊണ്ടുപോകാനുള്ള അനുവാദം അമ്മയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അമ്മ അനുവാദം കൊടുത്തു. എപ്പോഴ്? റാസൽ ഖൈമയുടെ വലിയ വീട്ടിൽ നിന്നും വരാൻ നിൽക്കുന്ന, അവരെ കൂട്ടാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന ആ ഒരു സമയത്താണ് വിളിച്ചത്. പക്ഷെ ഇവള് പറഞ്ഞ എന്താണ്? അന്ന് വിളിച്ചതാണെന്നാണ് അവള് പറഞ്ഞത്. അതായത് റാസൽ ഖൈമയെ ചെന്ന സമയത്ത് വിളിച്ചതാണ്. അതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ നിന്നെ കിച്ചു വിളിച്ചിട്ടില്ല എന്ന്. എന്തുകൊണ്ട് ഇവളിത് പറഞ്ഞില്ല? ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് കിച്ചു വിളിച്ചിരുന്നു, അല്ലെങ്കിൽ
അന്ന് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് കിച്ചു വിളിച്ച് കൊച്ചിനെ പിന്നെ എന്താ പറയാ ലുലു മാളിൽ കൊണ്ടുവന്ന് ഒരു പെർമിഷൻ എന്നോട് ചോദിച്ചിരുന്നു എന്ന് ഇവൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ബാക്കി ചോദിച്ചാ ലെബനോൻ ഋതുൽ ഋതപ്പനും എന്തോടാ ഋതപ്പൻ ഹാപ്പിയാണോ? സന്തോഷമായോ? എന്തായാലും പിള്ളേര് ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയാ, ഒരു പിന്നെ തള്ള എങ്ങനത്തെ ആയാലും ഈ സഹോദര സ്നേഹം വളരെ ഉത്തരവാദിത്തോടു കൂടി തന്നെ ഈ കിച്ചു ചെയ്യുന്നുണ്ട്. അവന് വേണ്ട കാര്യങ്ങൾ, ഈ ഋതപ്പന് വേണ്ട കാര്യങ്ങൾ കിച്ചു ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഋതപ്പന്റെ സന്തോഷത്തിന് വേണ്ടി അവനെ പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ടുപോയി അവന് വേണ്ട ഫുഡ് മേടിച്ചു കൊടുക്കുന്നു, അവന് വേണ്ട ഗെയിമുകൾ കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതൊക്കെ ഈ കിച്ചു ചെയ്യുന്നുണ്ട്. എന്നാൽ സമയം പോലും ഇല്ലാത്ത, പിള്ളേരെ ഒന്ന് നോക്കാൻ പോലും സമയമില്ലാതെ സബ്സ്ക്രിപ്ഷനും ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന രേണുവിന് ഈ എന്താ പറയുക മാതൃസ്നേഹത്തിന്റെയോ കുഞ്ഞുങ്ങളെ നോക്കേണ്ടതിന്റെയോ വില മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അത് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ കിച്ചു അത് ചെയ്യുന്നത് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഷമം തോന്നുന്നുണ്ട് ഈ കിച്ചുവിനോട് ഇവർ ഈ കാണിക്കുന്ന പോക്കൃത്തരങ്ങൾ. കിച്ചു ഈ ഋതപ്പനെ കൊണ്ടുപോകാൻ നേരത്ത് തങ്കച്ചൻ തടയുകയൊക്കെ ചെയ്തിരുന്നു. തങ്കച്ചൻ തടയാനൊന്ന് നോക്കി. പിന്നെ ഈ പറയുന്ന രേണു സമ്മതിച്ചതിന് ശേഷമാണ് ഋതപ്പനെ കൊണ്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയത്. തങ്കച്ചൻ എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തങ്കച്ചൻ എന്ത് 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 അധികാരമാണ്? എന്ത് അധികാരമാണ്? ടാറ്റ ഒരു ഉമ്മ തരുമോ? പോയിട്ട് തരാം. ടാറ്റ. തിരിച്ച് ഇതിന്റെ ഇടയ്ക്ക് അപ്പൊ അങ്ങനെ നമ്മൾ ഋതപ്പനെ കൊണ്ടാക്കി നമ്മൾ തിരിച്ച് പോകുന്നു. എല്ലാരും ഹാപ്പി. നമ്മളിവിടെ വന്നപ്പോ ആദ്യം ഋതപ്പനും ഇവരെല്ലാരും കൂടെ എറണാകുളത്തുള്ള പരിപാടി നിന്ന് അമ്മ എന്തോ അവിടെ ഉള്ള രീതിയിൽ നിന്ന്. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇപ്പനെ പോവല്ലേ നടക്കത്തില്ല എന്നുള്ള രീതിയിൽ കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതിൽ നിന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു ചോദിച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതിയിൽ പൊക്കോ. അപ്പൊ പിന്നെ എന്താ അമ്മയടുത്ത് കണ്ട് ചോദിക്കാൻ പറഞ്ഞ അങ്ങനെ അമ്മേനെ വിളിച്ച് സഹോദരങ്ങളെ തമ്മില് വേർപിരിക്കാൻ വേണ്ടി നോക്കുകയാണ് തങ്കച്ചൻ അവിടെ. അല്ലെ തങ്കച്ചന് പറയാമല്ലോ, കൊണ്ടുപോകാനെ അവന്റെ സന്തോഷമല്ലേ, ഇങ്ങനെയൊക്കെ പറയാമല്ലോ. ഉടനെ പറ്റത്തില്ല, ഇപ്പൊ കണ്ടില്ലേ പൊക്കോ പൊക്കാ എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ പിന്നെ ആ തള്ളയെ പിന്നെ രേണുവിനെ വിളിച്ച് ചോദിക്കാൻ പറയുന്നു. രേണുവിനെ വിളിച്ചു, രേണു സമ്മതിച്ചു. ഓക്കെ, ഇതൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഈ വിഷയങ്ങൾ കഴിഞ്ഞതിന് ശേഷം. എന്നിട്ടാണ് രേണു പറഞ്ഞത് എന്നെ വിളിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല, എന്നെ വിളിക്കത്ത് പോലും ഇല്ലായിരുന്നു, എന്റെ വീട്ടുകാര് 100 വട്ടം വിളിച്ചു, എന്നിട്ട് അവൻ മിണ്ടിയില്ല, പറഞ്ഞില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞ കാര്യമല്ലേ. അമ്മ കൊണ്ടുപോക്കോളം പറഞ്ഞ അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയതാണ്. അങ്ങനെ അവൻ ഹാപ്പിയാന്ന് തോന്നുന്നു. ഞങ്ങളോട് വരുന്ന അപ്പൊ പിന്നെ നേരെ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയാ എല്ലാരെയും പിള്ളേരെല്ലാരും ഹാപ്പി. പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പണ്ടോട്ടെ കാണുന്നതാണെങ്കിൽ ഒരു 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ടുപോയതാ. ഈ 5 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പുണ്ടായിരുന്നു. ഇവിടെ രമ്യ എന്ന് പറയുന്ന ഈ രേണുവിന്റെ ചേച്ചി എപ്പോഴും വിളിയായിരുന്നു. അവര് 2 മിനിറ്റ് കൂടി ഇരിക്കുമ്പോൾ വിളിയാ, എന്തിനു കൊണ്ടുപോകുന്നു, എവിടെ കൊണ്ടുപോകുന്നു, എന്തിനു കൊണ്ടുപോകുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട്. ഇവര് കൊണ്ടുപോയപ്പോ അവരുടെ അമ്മയും ഉണ്ടായിരുന്നു കൂടെ. അത് നമുക്ക് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. എന്നിട്ടും വിളിയാണെങ്കിൽ ഇവരൊക്കെ അല്ലയോ ഈ പിള്ളേരെ ഇങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കുന്നത്, അല്ലയോ? അല്ല, ആ ചെറുക്കൻ കൊണ്ടുപോയതാ. ഇവന് കുഞ്ഞിലോട്ട് ഒന്നിച്ച് വളർന്നവരല്ലേ, അവർ കൊണ്ടുപോയി എൻജോയ് ചെയ്ത് സന്തോഷിച്ച് തിരിച്ചു വരട്ടെ. ഋതപ്പനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? എന്നാൽ 3 പേർക്കൂടുള്ള ഗിഫ്റ്റ് എപ്പോഴും മേടിക്കാറുണ്ട് ഈ കിച്ചു. അപ്പം അവർ കൂടെ കൊണ്ടുപോയതാണ്, അതാവും കിച്ചു അവൻ പറയുന്നുമുണ്ട്. എന്നിട്ടും വിളിയാ. അതെങ്ങനാ? വിത്ത് ഗുണം പട്ട് ഗുണം. അവരെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല. കാരണം ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിയാലും ഇങ്ങോട്ട് വരുമ്പോ 3 പേർക്കും കൂടെ വാങ്ങുന്ന. അപ്പൊ അവനെ മാത്രം കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല, കൊണ്ടുപോയതാണ്. പിള്ളേരെല്ലാം നമുക്ക് നമ്മളെ സ്വന്തം. പിള്ളേർക്ക് എന്താ അറിയാ, പിള്ളേരെന്ത്
അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. അപ്പം ഇതൊക്കെ നിങ്ങളെന്ന് കാണിക്കാമെന്നും കൂടെ വിചാരിച്ചു. അപ്പം ഓക്കെ, എന്തുമായാലും വളരെ സന്തോഷത്തോടു കൂടി ഋതപ്പന്റെ വീട്ടിൽ തിരിച്ചെത്തി, അവിടെ കൊണ്ടുവിട്ടു. ഋതപ്പന് ഗെയിം, അതോടൊപ്പം തന്നെ ചിക്കൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മേടിച്ചു കൊടുത്തിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കിച്ചു തിരിച്ചു കൊണ്ടാക്കിയത്. ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. പക്ഷെ ഇതിന്റെ അകത്ത് രേണുവിന്റെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രേണു പറഞ്ഞ കള്ളങ്ങൾ. രേണു പറയുന്നു, എന്റെ വീട്ടുകാർ 100 വട്ടം വിളിച്ചു, കിച്ചു എടുത്തിട്ടില്ല. കിച്ചു എന്നെ വിളിച്ചിട്ട് പോലും ഇല്ല, അന്ന് വിളിച്ചതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ പെർമിഷൻ ചോദിക്കാനായിട്ട് കിച്ചു വിളിച്ചിരുന്നു. ഇത് അവള് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതാണ്. ഇതൊക്കെ വിഷയം കഴിഞ്ഞിട്ടും വിളിച്ചു. ഇതിന്റെ ഇടയില് അപ്പൊ ഇവര് തമ്മിൽ എന്താ ഈ സംഭവം? സത്യത്തിൽ ഈ രേണു പറഞ്ഞത് കള്ളമാണ്, കിച്ചു വിളിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. മീഡിയയുടെ മുമ്പിൽ ഈ രേണു പറഞ്ഞത് എന്താണ്? ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊന്ന് കത്തട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ടാണോ എന്നും എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും കിച്ചുവിന്റെ ഭാഗത്ത് തന്നെയാണ് ശരി എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാം. 20% പറഞ്ഞപ്പോഴത്തേന് രേണു കാലിളകി. രേണുവിന്റെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും കിച്ചുവിന് കൊടുത്തിരിക്കുന്ന പൈസയുടെ ലിസ്റ്റ് വരെ എടുത്ത് കാണിച്ചവളാണ് ഈ രേണു. എന്നിട്ട് കിച്ചു ബാക്കിയൊന്നും പറഞ്ഞുമില്ല, അവൻ മിണ്ടാതിരിക്കുകയാണ്. ഋതപ്പനെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും മേടിച്ചു കൊടുത്ത് അവന്റെ മനസ്സ് സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവിട്ടു. പിന്നെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയ കാര്യത്തെക്കുറിച്ച് ആൾക്കാർ പറയുന്നുണ്ട്, അത് സൂക്ഷിക്കണം നീ. പക്ഷേ പെൺകുട്ടിയെ ഒറ്റയ്ക്കല്ല, കൂട്ടുകാരുടെ കൂടെ പെൺകുട്ടിയെ കൊണ്ടുപോയതിനെ കുറിച്ചാണ് ആൾക്കാർ പറഞ്ഞത്. അങ്ങനൊന്നും നീ കൊണ്ടുപോകാൻ നിൽക്കല്ലേ, കാരണം നിനക്ക് ചിലപ്പോൾ പാര വരുമല്ലോ എന്നുള്ള കാര്യങ്ങളാണ് ആൾക്കാർ പറഞ്ഞത്. അത് സത്യമാണ്. പക്ഷെ ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചന്റെ അമ്മയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് വിഷയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.